ഓം ശാന്തി. ആദ്യമേ തന്നെ മുളോളത്തപ്പനായിരിക്കുന്ന ശിവഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ നമ്പൂതിരി അദ്ദേഹത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ആർക്കും സമയമില്ല. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് പറയാം. അങ്ങനെ നമ്മുടെ പരിചയം വേണമല്ലോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ആധ്യാത്മിക ഓർഗനൈസേഷൻ ഏതോ അവിടെ നിന്നാണ്. അത് ചാലാടാണ് ബ്രാഞ്ച്. നമ്മുടെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടർ, കണ്ണൂരിൻ്റെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടറാണ് ചാലാട്. അപ്പോൾ അവിടുത്തെ സേവനം ചെയ്യുന്ന സഹോദരിയാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബ്രഹ്മകുമാരീസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ? പൊതുവേ ബ്രഹ്മകുമാരീസ് എന്ന് കേൾക്കും. ഇത്ര നീണ്ട പേരാണോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ബ്രഹ്മകുമാരീസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എന്തായിരിക്കും മനസ്സിൽ വരുന്ന കാര്യം? ബ്രഹ്മകുമാരീസ് എന്ന് പൊതുവേ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് വരും. കാരണം പലർക്കും മനസ്സിലൊരു തെറ്റിദ്ധാരണ ഇരുന്നിട്ടുണ്ട്. ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോവാറില്ല, പൂജ ചെയ്യാറില്ല, ശാസ്ത്രം അംഗീകരിക്കാറില്ല, പിന്നെ അവർ ശുദ്ധ ആഹാരികളാണ്. ഇങ്ങനെയുള്ള രീതിയിലുള്ള പല ചിട്ടകൾ മാത്രമേ അവർ ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഏകദേശം 30-35 വർഷങ്ങളായി. അതായത് കുട്ടിക്കാലം മുതൽ ഈ ഒരു പാതയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ചില കാര്യങ്ങളുണ്ട്, ആചാരവും ആചരണങ്ങളും. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന്, അതായത് പ്രഭാഷണങ്ങൾ രൂപത്തിൽ എടുക്കേണ്ട. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ച് പേരാണ് അമ്മമാരാണ്. അപ്പോൾ അമ്മമാരെന്ന് പറയുമ്പോൾ ആദിശക്തികളാണ്, സ്ത്രീ ശക്തി എന്നാണ് പറയുക അല്ലേ? എന്താ പറയുക? സ്ത്രീ ശക്തി അല്ലേ? അപ്പോൾ അമ്മമാരെല്ലാം ആരാണ്? ശക്തികളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ ബ്രഹ്മകുമാരീസിൽ പൊതുവെ നമ്മൾ ചെയ്യുന്നത് എന്താ, അത് ഞാൻ ഒന്ന് സാരരൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ് അല്ലേ? ഇപ്പോൾ ധർമ്മം വേറെയാണ്, ആധ്യാത്മികത വേറെയാണ്. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ധർമ്മം വേറെ. നമ്മൾ ഏത് ധർമ്മത്തിൽപ്പെട്ടത്? ഹിന്ദു ധർമ്മം എന്ന് പറയും. പക്ഷെ ധർമ്മം വേറെയാണ്, ആധ്യാത്മികത വേറെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നോക്ക്, പൂക്കളുണ്ട്, പൂക്കൾ വെറൈറ്റി ഉണ്ട്. നമ്മൾ ഒറ്റ പേരിൽ പറയും പൂക്കളാണെന്ന് പറയും. അതിപ്പോൾ റോസാപ്പൂവാണെങ്കിലും ശരി, മുല്ലപ്പൂവാണെങ്കിലും ശരി, താമരയാണെങ്കിലും ശരി, അതിനെല്ലാത്തിനും ഒറ്റ വാക്കിൽ നമ്മൾ എന്ത് പറയും? പൂക്കൾ. പറഞ്ഞാൽ പൂക്കളുടെ ഗണത്തിൽപ്പെട്ടതാണ്. പക്ഷേ ആധ്യാത്മികത എന്ന് പറയുന്നത് പൂക്കളല്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഓരോ പൂവിനും അതിൻ്റേതായിരിക്കുന്ന ഒരു അടിത്തറയുണ്ട്, ഒരു വിശേഷതയുണ്ട്, അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പോൾ ആധ്യാത്മികതയെ നമ്മൾ കുറച്ചും കൂടി വികസിപ്പിച്ച് പറയണമെങ്കിൽ ആത്മാവിൻ്റെ ഗുണങ്ങളും അതിൻ്റെ സ്വഭാവത്തെ ആധാരമാക്കിയിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം ഇല്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ നിറച്ച ആൾക്കാരുണ്ടാകും, എപ്പോഴും ആൾക്കാരുണ്ടാകും. കാരണം ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും അച്ഛൻ്റെ സ്ഥാനമാണ് അല്ലേ? അതുകൊണ്ടാണ് മുളോളത്തപ്പൻ. പേരെന്തോ ആയിക്കോട്ടെ, മുളോളത്തപ്പൻ എന്ന് പറയാൻ ആയാ സ്ഥാനത്തിന് ആയാ കാര്യത്തിനനുസരിച്ച് നമ്മൾ പേരിടും ഭഗവാൻ. പക്ഷെ അതിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആരെയാണ്? ശിവനെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ശിവനുണ്ട്, സുന്ദരേശ്വരൻ എന്ന് പറഞ്ഞിട്ട് തളാപ്പിലും ശിവനുണ്ട്, വൈദ്യനാഥൻ എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തും ശിവനുണ്ട്, എല്ലായിടത്തും ശിവനുണ്ട്. പക്ഷെ പേര് മാറുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് അച്ഛനെ വിളിക്കാൻ പറ്റുന്ന ഇഷ്ടപ്പേരോടുകൂടി നമ്മൾ വിളിച്ചു. പക്ഷെ നമുക്കൊന്നറിയണം, അത് നമ്മുടെ അച്ഛനാണ് അല്ലേ? അപ്പോൾ ഈ അച്ഛൻ്റെ പ്രത്യേകതയും ഭൗതിക ദേഹം നൽകിയിരിക്കുന്ന അച്ഛൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആ അച്ഛനും ഈ അച്ഛനുള്ള വ്യത്യാസം എന്താ? ആ അച്ഛനും ഉണ്ട്, അവിടെ നമുക്ക് നേരിട്ട് അമ്മയുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഭക്തിമാർഗത്തിൽ പറയും കാണപ്പെട്ട ദൈവമാണ് അച്ഛനമ്മ.
ആ അച്ഛനമ്മ ഉണ്ടെങ്കിലും നമ്മൾ ഓടിയെത്തുന്നത് ഏത് അച്ഛൻ്റെ അടുത്തേക്കാണ്? ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ട യഥാർത്ഥമായിരിക്കുന്ന സത്യങ്ങൾ. അപ്പോൾ ബ്രഹ്മകുമാരീസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ദേഹത്തെ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകണം എന്നല്ല, അല്ലേ? അതിന് പകരം ഈ ദേഹത്തിനെ നിയന്ത്രിക്കുന്നൊരു ഊർജ്ജമുണ്ട്, അതിനെ ആത്മ എന്ന് പറയും. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് ഞാൻ, അല്ലേ? ഞാൻ, അല്ലേ? ഞാൻ, എനിക്ക് എന്നൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ പദമാണ് എൻ്റേത് എന്നുള്ളത്. രണ്ടാമത്തെ വാക്ക് എന്താണ്? എൻ്റേത്. എൻ്റെ കുപ്പായം, എൻ്റെ വാഹനം, എൻ്റെ അത്, എൻ്റെ ഇതെന്നൊക്കെ നമ്മൾ പറയും. അത് രണ്ടാമതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ 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 എന്നുള്ളത്, അല്ലേ? അപ്പം ഞാനും എനിക്കും, ഞാനും എനിക്ക് ഇതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ന കാര്യത്തിന് നമ്മൾ എപ്പോഴും ഓടിയെത്തുന്നത് ശിവഭഗവാന്റെ മുന്നിലാണ്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ബന്ധപ്പെട്ടത് എന്തൊക്കെയുണ്ടോ അത് നേടിയെടുക്കാൻ നമുക്ക് എന്ത് വേണം? അത് ഭൗതികത വേണം, അതിന് പണം വേണം, അതിന് ജനങ്ങൾ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടതെന്തോ അതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് വേണ്ടതെന്തോ അത് നേടിത്തരുന്നതും അത് നൽകുന്നതും ആരെക്കൊണ്ട് സാധിക്കുകയുള്ളൂ? അത് ഭഗവാന് മാത്രമേ സാധിക്കൂ. അതാണല്ലോ സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദേഹത്തിന് ജന്മം നൽകിയ അച്ഛനമ്മ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ നമ്മൾ അപ്പോൾ ഓടിയെത്തുന്നത് എവിടത്തേക്കാണ്? അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? ആരോ ഓർമ്മ വരും? ഭഗവാനെ എന്നുള്ള ഓർമ്മ വരും, അല്ലേ? ദേഹത്തിന് എന്തെങ്കിലും വേദന സംഭവിച്ചാൽ അപ്പോൾ നമുക്ക് ഡോക്ടറും ആശുപത്രിയും ഒക്കെ ഓർമ്മ വരിക. പക്ഷേ എൻ്റെ ഉള്ളിൽ വേദന വരുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? ഭഗവാൻ. അപ്പോൾ നമ്മൾ ബ്രഹ്മകുമാരീസിൽ പഠിപ്പിക്കുന്ന ആദ്യ പാഠമാണ് ഏതുപോലെ ശ്രീനാരായണ ഗുരു ഒരുപാട് സ്ഥലത്ത് ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ക്ഷേത്രം വിഗ്രഹം പ്രതിഷ്ഠിച്ചു, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ണാടിയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ആദ്യം നീ നിന്നറിയണം. എനിക്ക് എന്നെ അറിഞ്ഞാൽ മാത്രമേ എൻ്റെ അച്ഛനെ തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ നമ്പൂതിരി അവരുകൾ പറഞ്ഞതുപോലെ ഇന്ന് ആർക്കും സമയമില്ല. കാരണം എന്തായിരിക്കും? എന്താ? അല്ല, അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഇന്ന് സമയമില്ല ആർക്കും, സ്വാഭാവികമാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. എന്തുകൊണ്ട് സമയമില്ല? എന്തുകൊണ്ടാണ് സമയമില്ലാത്ത? എന്തുകൊണ്ടാ? എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സമയമില്ലാത്ത? എന്തുകൊണ്ടാണ് സമയമില്ല പറഞ്ഞാൽ നമ്മൾ ഈ ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആദ്യം നമ്മുടെ ദേഹം, അത് കഴിഞ്ഞ് ദേഹബന്ധങ്ങൾ, കുട്ടികൾ, ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ട്. പക്ഷെ ഇത് നിലകൊള്ളണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ 24 മണിക്കൂർ നെട്ടോട്ട് ഓടുമ്പോഴും അത് നിലകൊള്ളണമെങ്കിൽ നമുക്ക് ഊർജ്ജം എവിടെ നിന്ന് കിട്ടണം? അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നോക്കി നമ്മളെല്ലാവരും പ്രായത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളോട് എനിക്ക് ചോദിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് യഥാർത്ഥ ലക്ഷ്യം പറയുള്ളൂ? കുട്ടികളോട് ചോദിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ ആകണം, വക്കീലാവണം, എൻജിനീയർ ആകണം, എയർക്രാഫ്റ്റിൽ അവിടെ ആകണം, എയറോനോട്ടിക് ആകണം, അത് ഇതൊക്കെ പറയും. ഇപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുക? ആരോഗ്യം ഉണ്ടാവണം. എന്താ പറയുക? കോപ്പി അടിക്കരുത് ഉത്തരം. എന്താ പറയുക? എല്ലാം കോപ്പി അടിക്കുക. എന്തായിരിക്കും ഇപ്പൊ നമ്മുടെ ലക്ഷ്യം? എന്താ ഇന്നിപ്പോ ലക്ഷ്യം? നമുക്കറിയാം, ഭഗവാന്റെ വീട്ടിൽ നിന്ന് അന്നം കിട്ടും, പ്രസാദം കിട്ടും, അത് കഴിക്കണമെന്ന് ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ലക്ഷ്യം എന്താ? അസുഖമൊന്നും വരാതെ അങ്ങനെ ആത്മസാക്ഷാത്കാരം. ഇപ്പൊ ഇവിടെയോ? ജീവിതാവസാനം അവിടെയോ? മനസ്സമാധാനം, അല്ലേ? ഇത് തന്നെയാണ് ലക്ഷ്യം. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാവർക്കൊപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ ഈ റോള് പൂർത്തിയാക്കി നമുക്ക് പോകണം എന്നുള്ളത്, അല്ലേ? അത് ഇപ്പോൾ മാത്രമല്ല, എക്കാലത്തെയും മനുഷ്യൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്.
എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ശാന്തി വേണം, സ്വസ്ഥത വേണം, സന്തോഷം വേണം, പരസ്പരം സ്നേഹം, ബന്ധങ്ങൾക്കിടയിൽ നമുക്ക് എന്ത് വേണം? സ്നേഹം, ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അപ്പോൾ ഇത് നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് മാത്രം ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് സമയമില്ല നമുക്ക്. ബാക്കി നമ്മൾ ദേഹത്തിന് വേണ്ടി അല്ലേ, എല്ലാത്തിനും വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ എന്തിനാ പോകുന്നത്, എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ജീവിക്കണ്ടേന്നാണ് പറയുക. ഇനി ജീവിക്കണ്ടേന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയും മക്കൾക്ക്, ഭാര്യയ്ക്ക്, അച്ഛനും അമ്മയ്ക്ക്, അവർക്കെല്ലാം നല്ല രീതിയിൽ സന്തോഷത്തോടെ അവർ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും മറന്നു പോകുന്നൊരു സത്യമുണ്ട്. അതായത് എനിക്ക് എന്നിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം ഞാനാണ് ആധാരം. അപ്പോൾ എനിക്ക് ഉള്ളിൽ ഊർജ്ജം ഇല്ല എങ്കിൽ, എൻ്റെ ഉള്ളിൽ സന്തോഷമില്ല, എൻ്റെ ഉള്ളിൽ സമാധാനം ഇല്ല എങ്കിൽ, എനിക്ക് ധൈര്യമില്ല എങ്കിൽ, എൻ്റെ മനസ്സ് ഒരു സ്ഥിരതയില്ല എങ്കിൽ, എനിക്ക് എൻ്റെ തൊട്ടുള്ള മറ്റൊരാൾക്കും അത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഭൗതിക തലത്തിൽ എനിക്ക് എന്തും കൊടുക്കാം. അന്നമില്ല അന്നം കൊടുക്കാം, പണമില്ല പണം കൊടുക്കാൻ പറ്റും, വീടില്ല വീട് വെച്ച് കൊടുക്കാൻ പറ്റും, വസ്ത്രമില്ല വസ്ത്രം കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന് ശാന്തി കൊടുക്കണമെങ്കിൽ, അവർക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ, അവർക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ, അവർക്ക് ധൈര്യം കൊടുക്കണമെങ്കിൽ ഇതൊക്കെ എവിടെ വേണം? ആദ്യം എൻ്റെ ഉള്ളിൽ വേണം, അല്ലേ? ഇവിടെ എത്രയോ മാളുകൾ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, ഇതൊന്നും ഭൗതികമല്ല. ശാന്തിയാണെങ്കിലും സ്നേഹമാണെങ്കിലും ധൈര്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദയയാണെങ്കിലും ഇതൊന്നും ഭൗതിക അല്ല. ഇത് എവിടുന്നും വാങ്ങിക്കാനും പറ്റില്ല, എനിക്കൊട്ട് കൊടുക്കാനും പറ്റില്ല. ഒരു പരിധിയുണ്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ, അല്ലേ? ഇപ്പോൾ ഒരു മുട്ടായി കിട്ടി നമുക്ക് പങ്കുവെച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ പങ്കുവെച്ച് കൊടുക്കുക? സ്നേഹത്തിന് ഇപ്പോഴും എന്തെല്ലാം വന്നിട്ടുണ്ട്? പരിധികളുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടട്ടെ, എന്നാൽ ഞാൻ സ്നേഹം അങ്ങോട്ട് കൊടുക്കാം, അല്ലേ? ഒരു സഹായം ഇങ്ങോട്ടിട്ട് ഒരു സഹായം അങ്ങോട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിനും എന്ത് വന്നിട്ടുണ്ട്? കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധർമ്മം വേറെയാണ്, ആധ്യാത്മികത വേറെയാണ്. അപ്പോൾ ആധ്യാത്മികതയാണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൻ്റെ അടിത്തറ. നമ്മൾ ഏതുപോലെ ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ ആദ്യം നമ്മൾ അതിന് ഫൗണ്ടേഷൻ കെട്ടും. ഫൗണ്ടേഷൻ ഉറപ്പില്ല എങ്കിൽ ആ ബിൽഡിങ്ങിന് നമ്മൾ ഇത്ര വർഷങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല? ഉറപ്പുണ്ടാവില്ല. അപ്പോൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭൗതികതയെ അടിത്തറയാക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഭക്തിയും കാര്യങ്ങളും ആധ്യാത്മികതയും ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഭക്തിയുണ്ട് നിങ്ങൾക്ക്? മുളളത്തപ്പനോട് ചോദിക്കണ? ഇവിടെയുള്ള അമ്മമാർക്കെല്ലാം എത്ര ഭക്തി ഉണ്ടെന്ന് ചോദിക്കണ? അത് ഇന്നില്ല, എന്താ ചോദിക്കണേ? ഭക്തി എന്ന് പറഞ്ഞാൽ അതിയായ ഈശ്വര പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ മൻ മനാഭവ ഒരു മന്ത്രമുണ്ട്. മൻ മനാഭവ. ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ ദേഹം എങ്ങനെയുണ്ട്, നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ സ്ഥാനം എന്താ, നിങ്ങളുടെ പദവി എന്താ, പഠിപ്പെന്താ, അഥവാ നിറം എന്താ, ഇതൊന്നും ഭഗവാൻ നോക്കാറില്ല. ഭഗവാൻ എല്ലാവരിലും കാണുന്നത് എന്താണ്? അവരുടെ മനസ്സാണ്, അല്ലേ? അപ്പോൾ ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും എന്താ? മൻ മനാഭവ, നിന്റെ മനസ്സ് എന്നിൽ അർപ്പിക്കൂ. എന്ന് വെച്ചാൽ ആ മനസ്സിൽ ഭഗവാനല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരിക്കരുത്. അതാണ് യഥാർത്ഥ ഭക്തി. നമ്മൾ ഏതുപോലെ പതിവ്രത എന്ന് പറയും, അല്ലേ? പത്നിവ്രത എന്ന് വേണമെങ്കിൽ പറയാം. പതിവ്രതത്തിലാണെങ്കിലും പത്നിവ്രതത്തിലാണെങ്കിലും ഏകപതി അല്ലെങ്കിൽ ഏകപത്നി, അതിലാരാണ് ഉറച്ചു നിൽക്കുന്ന അവർക്ക് അങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പതിയുണ്ട്, പത്നിയുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാ ബന്ധങ്ങളുണ്ട്. പക്ഷെ ഭഗവാനോട് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൽ ആഴമേറിയിരിക്കുന്ന വിശ്വാസമല്ല, അതിനുപരി നമുക്ക് പ്രേമം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ ഭക്തമീരയെ കണ്ടിട്ടുണ്ട്, അല്ലേ? അതപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് പുറകെ. പക്ഷെ നമ്മൾ ഈ കേരളത്തിലെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പൂന്താനത്തെക്കുറിച്ചും കുറൂരമ്മയെക്കുറിച്ചും. അവർക്ക് എല്ലാ ബന്ധങ്ങളും ചുറ്റുപാടുണ്ട്. പക്ഷെ അവരുടെ അതിയായ ബന്ധം ആരോടായിരുന്നു? ബന്ധമല്ല, സംബന്ധം ആരോടായിരുന്നു? കൃഷ്ണനോടായിരുന്നു, ഭഗവാനോടായിരുന്നു, അല്ലേ? നമ്മുടെ ബന്ധം എങ്ങനെയാ? ആദ്യം ഒന്ന് ഹൃദയം തൊട്ട് നോക്കിയേ.
ആ ഇടുപ്പ് ഭഗവാന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മകന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇപ്പം എല്ലാം പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട്? മക്കളെല്ലാം പോയി, ഇപ്പം ആരാണ്? പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഹൃദയം തൊട്ട് നോക്കുക അവിടെ ആരാ ഉള്ളത്. കാരണം സ്വാഭാവികമായിട്ട് ബലി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മനസ്സോടെ ഭഗവാനെ അർപ്പിക്കുക എന്നുള്ളതാണ്. അതായത് എൻ്റെ മനസ്സ് ഭഗവാന്റേതായി കഴിഞ്ഞ് എൻ്റേതെന്ന് ഞാൻ എന്തൊക്കെ വിചാരിക്കുന്നു അതൊക്കെ ഞാൻ ആരിൽ അർപ്പണം ചെയ്തിട്ടുണ്ടാകും? ഈശ്വരൻ, ഭഗവാനിൽ, അല്ലേ? ഏതുപോലെ ദ്രൗപദിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ദ്രൗപദി സഭയിൽ വസ്ത്രാഭരണം ചെയ്യുന്ന സമയത്ത് ദുര്യോധനം അവരുടെ ആൾക്കാരും ആ രീതിയിൽ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദ്രൗപദി ഒരു കൈ കൊണ്ട് തൻ്റെ മറച്ചു വയ്ക്കുകയാണ്, ഒരു കൈ കൊണ്ട് ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താ ആവശ്യപ്പെട്ടത്? അല്ലേ, ആ മറച്ചു നിൽക്കുന്നത് പോലും നീ വിട്ടിട്ട് പൂർണ്ണ ഇരു കൈയോടെ എൻ്റെ മുന്നിൽ നീ നിൽക്ക് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അത്ര പോലെ ചെറിയ തോതിൽ പോലെ എൻ്റെ മനസ്സിൻ്റെ ആധാരം, എൻ്റെ മനസ്സിൻ്റെ ആശ്രയം, എൻ്റെ മനസ്സിൽ ഒരു ആശ്രയം മനസ്സിൽ വരരുത്. ഇന്ന വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാമായിരുന്നു, ഇന്നവരുണ്ടെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ല, ഇന്നതുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നുള്ളൊരു ചെറിയ തോതിൽ പോലും ഭൗതിക തലത്തിൽ നമുക്ക് എന്ത് പാടില്ല? ആശ്രയിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ ഭക്തി എത്രമാത്രം ഭഗവാനോടുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മൾ പറയില്ല എത്രയൊക്കെ ഞാൻ ഭക്തി ചെയ്ത്, എന്തൊക്കെ വഴിപാട് ചെയ്ത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ല, അല്ലേ? വിചാരിച്ചത് നടക്കുന്നില്ല, അത് നടക്കുന്നു, ഇവിടെ ഒന്നും വന്ന് പറയാറില്ല. പക്ഷെ വീട്ടിൽ മനസ്സിൽ നമുക്ക് എന്ത് തോന്നും? ഞാൻ ഭഗവാന് വേണ്ടി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കൊടുത്തു, 2 നേരം അമ്പലത്തിൽ പോകാറുണ്ട്, ആഴ്ചക്കൊരിക്കൽ പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കില്ലേ? പക്ഷെ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പം ഇതുപോലെ നിങ്ങളൊക്കെ അമ്മമാരാണ്, മുത്തച്ഛനും മുത്തച്ഛി എല്ലാം ആയിട്ടുണ്ടാകാം, അല്ലേ? നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് ആ പ്രായത്തിനനുസരിച്ച് ആ കുട്ടിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് കൊടുക്കാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയാം. ആ കുട്ടി ഒന്ന് അമ്മേനെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് വെള്ളം വേണം, ആ കുട്ടി ഒന്ന് നോക്കുമ്പോഴേക്കും ആ കുട്ടിക്ക് വിശക്കുന്നുണ്ട്, എല്ലാം നമുക്ക് അറിയുന്നുണ്ട്, അല്ലേ? ചിന്തിച്ചു നോക്കിയേ, നമ്മളെല്ലാം അല്പജ്ഞാനികളാണ്, ഭഗവാനോളം നമുക്ക് പൂർണ്ണതയില്ല. എന്നാൽ പോലും എൻ്റെ രചനയ്ക്ക് എന്തൊക്കെ വേണം സമയാനുസാരം കൊടുക്കാൻ നിങ്ങളൊക്കെ മറക്കുമോ? പറയും അയ്യോ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി, അയ്യോ കുട്ടിക്ക് അത് കൊടുക്കാൻ മറന്നുപോയി വിചാരിക്കും? അങ്ങനെ ഇല്ല. ഊണിലും ഉറക്കത്തിലൊക്കെ അമ്മയ്ക്കാണെങ്കിൽ അച്ഛനും, പ്രത്യേകിച്ച് അമ്മമാർക്കാണെങ്കിൽ എന്തുണ്ടാകും? ഏത് സമയത്ത് ഭർത്താവിന്, ഏത് സമയത്ത് മക്കൾക്ക്, ഏത് സമയത്ത് അച്ഛനമ്മയ്ക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ ബോധതലത്തിൽ ഉണ്ടാകും, അല്ലേ? ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ സ്ത്രീ ശക്തി വന്ദേ മാതരം നിങ്ങൾ പറയില്ല, കാരണം അത്രയും കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അപ്പം ചിന്തിച്ചു നോക്കിയേ, ഈ ലോകരക്ഷകനായിരിക്കുന്ന ഈശ്വരന് ആയാ സമയത്ത് ആയാ ഭക്തൻ എന്ത് കൊടുക്കണം എന്നുള്ളത് അറിവുണ്ടാവോ ഇല്ലയോ? നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട, ഭഗവാൻ എല്ലാം അറിയാം. ഏത് സമയത്ത് ആർക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് ഭഗവാൻ അറിയാം. അത് ഏതിൻ്റെ ആധാരത്തില്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഭഗവാൻ എന്ത് അവർക്ക് കൊടുത്തു, ഭഗവാൻ എന്ത് ഇവർക്ക് കൊടുത്തു എന്നല്ല. ഭഗവാൻ ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ ഭാവനയാണ് പരിശോധിക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ്, അല്ലേ? അപ്പം നമ്മുടെ ഭാവന പ്ലസ് കർമ്മം, നമ്മൾ എന്ത് കർമ്മം ചെയ്തു എന്നുള്ളതല്ല. ഇപ്പം ചിലരൊക്കെ പറയില്ലേ, ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ഇതൊക്കെ ഞാൻ, അല്ലേ, ഇതൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാകാം, അത് ചിലപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാകും, എല്ലാ സ്പോൺസർ വന്നിട്ടുണ്ടാകാം. അവർക്ക് തോന്നുന്നത് ഞാൻ സ്പോൺസർ ചെയ്ത് അതുകൊണ്ട് ഭഗവാൻ എല്ലാം എനിക്ക് തരണം പറഞ്ഞ ഒരിക്കലും കൊടുക്കില്ല, കിട്ടോ? അങ്ങനെയാണെങ്കിൽ കുചേലൻ അത്ര സമ്പന്നനാവില്ലല്ലോ, അല്ലേ? കുചേലന് ഭഗവാൻ എന്താ കൊടുക്കാൻ മടിച്ചു? എന്ത് കൊടുക്കാൻ മടിച്ചു? അവിലെങ്ങനെയാണ് കൊണ്ടുപോയത്, അല്ലേ? ചെറിയൊരു പൊതിയാക്കി, അതും ആൾക്ക് നാണായിരുന്നു. ആളുടെ ഭാര്യയാണ് കഷ്ടപ്പെട്ട് എല്ലാം വൃത്തിയാക്കി ഒരു പൊതിയാക്കി കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത് കാണിക്കാൻ മടിച്ച ആൾ കക്ഷത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അത് അറിഞ്ഞ ഭഗവാൻ എന്ത് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്യുക, അല്ലേ? ചോദിച്ച് വാങ്ങുമ്പോൾ അതിനനുസരിച്ചേ കിട്ടും, അറിഞ്ഞു കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും, അല്ലേ? അപ്പോൾ എത്ര ദരിദ്രനാണെങ്കിലും ശരി, എത്ര സമ്പന്നനാണെങ്കിലും ശരി, നിങ്ങൾ 1 രൂപ കൊടുത്തോ അല്ലെങ്കിൽ കോടി കൊടുത്തോ അതിനൊന്നും യാതൊരു
പ്രാധാന്യമില്ല. കൊടുക്കുന്നത് ഏത് ഭാവനയിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭാവന എന്ത്. നമ്മൾ ശബരിയുടെ കഥ കേട്ടിട്ടുണ്ട്. ശബരി എന്താ ചെയ്തത്? ഓരോ പഴം കടിച്ചു നോക്കി കൊടുത്തു. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്താ പറയുക? കണ്ടില്ല ആ സ്ത്രീ കാണിക്കുന്നത്? എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് എച്ചിലാണ് ഭഗവാന് കൊടുത്തത് എന്ന് പറയും. പക്ഷെ ഭഗവാന്റെ ദൃഷ്ടിയിൽ അതായിരുന്നില്ല. കാരണം ആ ഒരു ശബരിയുടെ ഭാവന വേറെയായിരുന്നു. കാരണം ഭഗവാന് കൊടുക്കുന്ന പഴം മധുരമുള്ളതായിരിക്കണം, സ്വാദുള്ളതായിരിക്കണം. അപ്പം ഭാവനയ്ക്ക് വ്യത്യാസമുണ്ടല്ലേ, നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസമുണ്ട്. അവരെന്താ കൊടുത്തത് നോക്കിയെന്നുള്ളത്. അപ്പം നമ്മുടെ ഭാവനയ്ക്ക് ദോഷമുണ്ട്, പക്ഷെ ശബരിയുടെ ഭാവനയ്ക്ക് എന്തുണ്ടായിരുന്നില്ല? ദോഷമുണ്ടായില്ല. അതിൻ്റെ കാരണം എന്താ? അതിയായ പ്രേമം ആരോടുണ്ടായിരുന്നു? അതിയായ ഭക്തി ആരോടുണ്ടായിരുന്നു? അതിയായ മനസ്സിൻ്റെ അർപ്പണഭാവം ആരോടുണ്ടായിരുന്നു? ബലിയാവുക, അല്ലേ? അർപ്പണമാവുക, മനസ്സ് സഹിതം ഭഗവാന്റേതായിരിക്കുക. അതിനെയാണ് പറയുന്നത് ഭക്തി എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ മേലെ മേലെ കാണിക്കുന്നു. ഇപ്പം പറയുന്ന തിരുവാതിരയാണ്, അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും വരും അല്ല. ഭഗവാൻ നമ്മുടെ അച്ഛനാണ്. അച്ഛനെ കാണാൻ നമ്മൾ വർഷത്തിലൊരിക്കൽ പോവോ? അങ്ങനെ വല്ലതുണ്ടോ? പറ്റാവുന്ന ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചാൻസ് കിട്ടിയാൽ നമ്മൾ പോവില്ലേ? ഓടിയെത്തും നമ്മൾ അച്ഛനെ കാണാൻ, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ നാടിൻ്റെ വിളക്ക് വെളിച്ചം അഥവാ ഈ നാട്ടിലുള്ള എല്ലാ വ്യക്തികളെ സംരക്ഷിക്കുന്നൊരു സ്ഥാനമാണ് ക്ഷേത്രം. എല്ലാ നാട്ടിലും എന്തുകൊണ്ടാണ് ക്ഷേത്രം വന്നത്? അവിടെയുള്ള തൻ്റെ മക്കളെ സൂക്ഷ്മതയിലെങ്കിലും സംരക്ഷിക്കുക. അതാരുടെ ദൗത്യമാണ്? ഈശ്വരൻ. അതുകൊണ്ടാണ് ഭഗവാനെ സർവ്വലോക രക്ഷകനെന്ന്, സർവ്വചരാചരങ്ങളുടെ രക്ഷകനാരാണ്? ഭഗവാനാണ്. അപ്പം ഈ രക്ഷണം എന്നുള്ളത് തെറ്റായ വാക്കുമല്ല, അത് മിഥ്യമായ പദവുമല്ല. ഭഗവാൻ എക്കാലത്തും നമ്മുടെ രക്ഷകനാണ്. പക്ഷെ ആ രക്ഷണ എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മൾ മറന്നു പോകുന്നത്. നമുക്കും അങ്ങോട്ട് ചെയ്യാനുള്ള കടമകളുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആചാരങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ അതിനെത്ര ആചരണത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്നാമത്തത്, നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൂക്കളും ചന്ദൻ തിരിയും തേങ്ങയും എല്ലാം കൊണ്ടുവരും. എന്നൊക്കെ അതെല്ലാം മാറി, ഇന്ന് ആ സിസ്റ്റമൊക്കെ മാറി. എന്നാലും നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ പൂക്കൾ ഭഗവാൻ അർപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂജാരി എല്ലാം അർപ്പിക്കും, നമുക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യാണ്, അവരെ തൊഴണം. വാസ്തവത്തിൽ ഭഗവാനേക്കാളും കൂടുതൽ അവരെ തൊഴണം. നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛകൾ പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് വേണ്ടി പൂജിക്കുന്നത് ആരാണ്? അദ്ദേഹമാണ്, അല്ലേ? അവരെത്ര ഭാവനയോടുകൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഭഗവാന് പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അപ്പോൾ എന്ത് പൂക്കളായിരിക്കും വാസ്തവത്തിൽ ഞാൻ ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടത്? നമ്മളിപ്പോൾ റോസാപ്പൂ, മുല്ലപ്പൂ, ചെത്തിപ്പൂ അതെല്ലാം നമ്മൾ പറക്കിക്കൊണ്ടിരുന്നുണ്ട്, ഭഗവാന് അർപ്പിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഈ ദേഹത്തിന് എന്താണുള്ളത് അത് ഭഗവാൻ നോക്കുന്നില്ല, പകരം ആത്മാവിൽ എന്താണുള്ളത് എന്നാണ് ഭഗവാന്റെ മുമ്പാകെ നമ്മൾ സമർപ്പിക്കേണ്ടത്. അപ്പം ഞാൻ ആത്മാവാണ് എന്നുള്ള സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം നമ്മളിലേക്ക് വരികയാണ്. അതായത് ദേഹത്തിന് വേണ്ടിയല്ല നമ്മൾ ഓടേണ്ടത്, അതവിടെ നടക്കും. കാരണം ശരീരം ഉണ്ടെങ്കിൽ ശരീരത്തിന് നിലനിൽപ്പിനായി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അതിൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കേണ്ടേ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കണം, എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചാൽ ആദ്യമൊക്കെ പറയാം എല്ലാം സുഖമായി നടക്കുന്നു എന്ന് പറയും. ഒന്നും കൂടി തർപ്പിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും എന്തൊക്കെ വിശേഷം ഒന്നും കൂടി പ്രസ് ചെയ്താൽ പറയും, സിസ്റ്ററെ വീട്ടിലെ മരുമകൾ ഇങ്ങനെയാണ്, മരുമകൻ അങ്ങനെയാണ്, മോന് കള്ളുകൂടിയനാണ്, ഭർത്താവ് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എന്താകും? ഓരോ വിഷമങ്ങളും നമ്മുടെ മുന്നിൽ വരാൻ തുടങ്ങും, അല്ലേ? പക്ഷെ നമ്മുടെ ആചാരം എന്തായിരിക്കണം? അതെന്തെല്ലോ ആയിക്കോട്ടെ, പ്ലസ്സോ മൈനസോ ചുറ്റുപാടുണ്ടാകാം. പക്ഷെ ഭഗവാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും നമ്മുടെ ഉള്ളിൽ എപ്പോഴും നന്മ നിൽക്കണം. മനസ്സിലായില്ല? ആത്മ എന്ന് പറഞ്ഞാൽ നന്മയുള്ളതാണ്. ഇതുപോലെ സ്വർണം ഏത് കാലഘട്ടത്തിൽ എന്താണ്? സ്വർണം തന്നെ. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് അതിൽ ചെമ്പ് ചേർക്കും, കുറച്ച് നമ്മൾ സിൽവർ ചേർക്കും, പലതും ചേർക്കാം. പക്ഷെ സ്വർണം എപ്പോഴും 24 കാരറ്റ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ മക്കളായിരിക്കുന്ന നാം എല്ലാവരും.
ആത്മാക്കളായിരിക്കുന്ന നാം എപ്പോഴും നന്മയുള്ളവരാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും, സ്നേഹം തന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ബഹുമാനിച്ചിരുന്നെങ്കിൽ, എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്നിൽ വിശ്വാസം വെച്ചിരുന്നെങ്കിൽ. നമ്മൾ മറ്റുള്ളവരിൽ നിന്നാണ് പ്രതീക്ഷിക്കുക, അല്ലേ? സത്യത്തിൽ ഈ എല്ലാ നന്മകളും എല്ലാ ആത്മാവിലും ഉള്ളടങ്ങി നിൽക്കുന്നതാണ്. അതൊന്നും നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല. എന്നിലുള്ള യഥാർത്ഥ സ്വഭാവ സംസ്കാരമാണ് ഈ നന്മ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ഭഗവാൻ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന പുഷ്പം. പൂക്കളായിട്ട് ഭഗവാൻ എന്നിൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. എന്തൊക്കെയുണ്ട്? നമ്മൾ സ്നേഹമുണ്ട്, ജ്ഞാനമുണ്ട്, ധൈര്യമുണ്ട്, ശാന്തിയുണ്ട്, സുഖമുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താണ്? പരിശുദ്ധത, അല്ലേ? നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? എവിടെയൊക്കെയോ പോയിട്ട് ഓടി ഇങ്ങോട്ട് കയറുമോ? ഇല്ല. അമ്പലത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യും? ശരീരശുദ്ധി വരുത്തും, അല്ലേ? ആഹാരശുദ്ധി വരുത്തും. അന്ന് എവിടെന്നെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറുമോ നമ്മൾ? ഇല്ല. അപ്പം നമ്മൾ എല്ലാ ശുദ്ധിയോടു കൂടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ കേവലം ആ ശുദ്ധി മാത്രമാണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത്? ആ ശുദ്ധിയിൽ ഭഗവാൻ തൃപ്തനാകുമോ? ഇല്ല. ഭഗവാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് ശുദ്ധി ഏതാണ്? മനഃശുദ്ധി വേണം. അപ്പം ഇന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച് നോക്കിയേ. എല്ലാവരും ഒന്ന് കണ്ണടച്ച് അവനവൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി തന്നെ ചോദിക്കുക, എൻ്റെ മനസ്സിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള എത്ര കാലങ്ങളിൽ നിന്നുള്ള അശുദ്ധി എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ മനസ്സ് ഭഗവാനെ കുടിയിരുത്താൻ പറ്റുന്ന രീതിയിൽ ശുദ്ധതയുള്ളതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ചിന്തകൾ പോവും. അശുദ്ധത എന്ത്? പലരെക്കുറിച്ചുള്ള വെറുപ്പായിരിക്കാം, പലതിനോടും പലരോടുള്ള പ്രതികാര മനോഭാവമായിരിക്കാം, അഥവാ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ കയ്പേറിയ ദിനങ്ങളെക്കുറിച്ചായിരിക്കാം, സന്ദർഭത്തെക്കുറിച്ചായിരിക്കാം, പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന, എന്നെ വേദനിപ്പിച്ചിരിക്കുന്ന വാക്കുകളായിരിക്കാം, അഥവാ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു കുറവാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും എനിക്ക് ഉയരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള താഴ്ന്ന അവസ്ഥയിലുള്ള ചിന്താഗതിയായിരിക്കാം, വേർതിരിവുകളായിരിക്കാം, ഇതേതെങ്കിലും എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്ന അശുദ്ധതകളാണ്. ഈ പ്രകാരത്തിലുള്ള അശുദ്ധി എൻ്റെ ഉള്ളിലുണ്ടോ എന്നുള്ളതൊന്ന് പരിശോധിക്കുക. ഉണ്ട് എങ്കിൽ അതിനെ ഈ ഭഗവാന്റെ നടയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക. മനസ്സുകൊണ്ട് ഭഗവാനെ മുന്നിൽ കാണുക, ആ രൂപത്തെ മുന്നിൽ കാണുക, അതിൻ്റെ മുന്നിലെല്ലാം സമർപ്പിക്കുക. ഭഗവാനോട് പറയുക, ഈ നിമിഷം മുതൽ ഞാൻ ഈ ഭാരം ഒന്നും ചുമന്ന് നടക്കുകയില്ല. എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതുവരെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഞാൻ സ്നേഹനിധിയായ ആത്മാവാണ്. എനിക്കെപ്പോഴും എൻ്റെ ഉള്ളിൽ എല്ലാവരോടും ഒരുപോലെ സ്നേഹമാണ്. കാരണം ഈശ്വരനായ എൻ്റെ അച്ഛൻ സ്നേഹത്തിൻ്റെ കടലാണ്. ഭഗവാൻ എനിക്കെന്നും
സ്നേഹത്തിൻ്റെ കടൽ തന്നെ നൽകുകയാണ്. എൻ്റെ കുറ്റങ്ങളോ കുറവുകളോ നോക്കാതെ എന്നെന്നും തന്നോടൊപ്പം ചേർത്ത് വയ്ക്കുന്നതാണ് എൻ്റെ ഭഗവാൻ. അതേ ഭഗവാന്റെ സന്താനമാണ് ഞാൻ. ഞാനും എല്ലാവർക്കും അതേ സ്നേഹം തന്നെയാണ് നൽകുന്നത്. ഒരാളുടെ കുറ്റങ്ങളോ തെറ്റുകളോ അവരെന്നോട് കാണിച്ച ക്രൂരതകളോ ചതിയോ ഇതൊന്നും ഞാൻ പേറി നടക്കുന്നില്ല. ഞാനെല്ലാം ക്ഷമിക്കുന്നു. ഭഗവാൻ ക്ഷമയുടെ സാഗരമാണ്. അതുപോലെ ഞാനും ക്ഷമാസാഗരമാണ്. ഇപ്പോൾ കണ്ണു തുറക്കുക. ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ, അതോ എൻ്റെ മനസ്സ് അത്രയും ഭഗവാനെ കുടിയിരുത്തത്തക്ക വിധം എൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ശുദ്ധത എന്താണ്? ഒരു പൂവാണ് ശുദ്ധത. മനസ്സിലായല്ലേ? നമ്മൾ എന്തെല്ലാം പൂക്കൾ അർപ്പിക്കുന്നുണ്ട്, റോസാപ്പൂ, മുല്ലപ്പൂ, അതിനെന്തെങ്കിലും ദുർഗന്ധമുണ്ടോ? ദുർഗന്ധമുണ്ടോ? എപ്പോഴും അതിലെന്തുണ്ട്? പരിമളം എന്നാ പറയുക, സുഗന്ധം. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നിലൂടെയും കൂടി മറ്റുള്ളവർക്ക് എന്ത് അനുഭവപ്പെടണം? സുഗന്ധം. എന്നെ കാണുമ്പോൾ ഇങ്ങനെ ആരും മുഖം തിരിക്കും. മനസ്സിലായി? അത് ശ്രദ്ധിക്കപ്പോൾ ആരും മുഖം തിരിച്ചോട്ടെ, പക്ഷെ ഞാനെപ്പോഴും എല്ലാവരുടെ മുന്നിലും നേരെ. ഒരു പുഞ്ചിരി മതി. പുഷ്പം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളുടെ എന്ത് നന്മയുണ്ടോ അത് പുറത്തേക്ക് പ്രകടമാകുന്ന എങ്ങനെയാ? ഒരു പുഞ്ചിരിയോട് കൂടി. അതിൽ വന്ന പൈസ അടക്കണോ? ഇല്ല. അല്ലെങ്കിൽ ചിലവുണ്ടോ? അല്ലേ? ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ആദ്യത്തെ ശുദ്ധി, പൂക്കൾ ഒത്തിരി ഉണ്ട്. സ്നേഹമുണ്ട്, സുഖമുണ്ട്, ആനന്ദമുണ്ട്, ഇതൊക്കെയുണ്ട്. ഈ എല്ലാ ഗുണങ്ങൾക്ക് ആധാരം എന്തറിയോ? ശുദ്ധത. അപ്പം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എല്ലാം കഴുകി വൃത്തിയാക്കി എൻ്റെ മനസ്സിൻ്റെ ആ ഒരു പാത്രത്തെ ശുദ്ധമാക്കി വയ്ക്കും. വീട്ടിലെല്ലാവരും രാത്രി എങ്ങനെയാ? അടുക്കളയിൽ എങ്ങനെയാ? അങ്ങനെയാ? അമ്മൂമ്മ എങ്ങനെയാ? അല്ലേ? രാത്രി എല്ലാം ഉറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് അടുക്കള നമ്മൾ എന്ത് ചെയ്യും? അല്ലേ? കഴുകി തിന്ന പാത്രം, വെച്ച പാത്രം എല്ലാം വൃത്തിയാക്കി വെച്ച് അടുക്കളയെല്ലാം നീറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഉറങ്ങാൻ പോകും. പറയും അഗ്നിദേവത രാത്രി വന്നെല്ലാം പരിശോധിക്കുന്നുള്ളൊരു ഭാവന പണ്ട് മുതൽക്ക് അല്ലേ? അതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുക? അങ്ങനെ ചെയ്യാത്തവിടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, മക്കളെ കൊണ്ടെങ്കിലും പഠിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ആധാരം. നമ്മൾ ഈ ബേസിക് ഇല്ലാണ്ട് നമ്മൾ എത്ര വലിയ കോട്ട കെട്ടിയാലും ആ കോട്ടയ്ക്കകത്ത് എന്തുണ്ടാവില്ല? സുഖവും ശാന്തി സമാധാനം ഒന്നും ഉണ്ടാവില്ല. ഇന്ന് എത്ര വലിയ വലിയ കൊട്ടാരം പോലത്തെ വീടുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണാം. അതിൽ എത്ര പേരുണ്ടാവും താമസിക്കാൻ? ഒരാളുണ്ടാവും, 2 പേരുണ്ടാവും. ആ ഒരാൾ 2 പേർക്ക് വയ്യാണ്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്താ അല്ലേ? ശരീരത്തിന് വയ്യായികയുണ്ട്, പക്ഷെ മനസ്സ് എപ്പോഴും ആരുടെ ഒപ്പം ചേർത്ത് വെക്കാൻ പറ്റണം? എത്ര വലിയവരാണെങ്കിലും, എത്ര പ്രായം ഉണ്ടെങ്കിലും, എത്ര വയ്യായിക ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ജീവിത ലക്ഷ്യമേ അതാ, സന്തോഷത്തോടെ ജീവിക്കുക. പറയില്ലേ, ആകെ ഒരു ജന്മം, ആ ജന്മത്തിൽ എപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന അറിയില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റണം? ഒന്നില്ലെങ്കിൽ റോസാപ്പൂവായി ജീവിക്കാം, അല്ലെങ്കിൽ മുല്ലപ്പൂവായിട്ട് ജീവിക്കാം. മനസ്സിലായല്ലോ? റോസാപ്പൂവിൻ്റെ പ്രത്യേകത എന്താ? മുള്ളിക്കിടയിലും പോലും ആ സൗന്ദര്യത്തെയും ആ ഒരു ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു സുഗന്ധത്തെ അത് കാത്തു സൂക്ഷിക്കും അല്ലേ? അയ്യോ മുള്ളു വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അത് വിടരാണ്ട് നിൽക്കുമോ? ഇല്ല. മുല്ലപ്പൂ ഏതുപോലെയാണ്? ഒരു ദിവസം കൊണ്ട് വിടരും, മറ്റുള്ളവർക്ക് പരിമളം നൽകും, സുഗന്ധം നൽകും. ആ ഒരു ദിവസം തന്നെ അതെന്താകും? വാടിപ്പോവും. ജീവിതം അത്ര വർഷം ജീവിക്കുന്നു എന്നല്ല, നമ്മൾ 60 വയസ്സ് വരെ ജീവിച്ചാൽ എങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രാധാന്യം അല്ലേ? അപ്പം നമ്മൾ മൺമറഞ്ഞു പോയാൽ പോലും എല്ലാവരും നമ്മുടെ ജീവിതത്തെ മാതൃകയാക്കാൻ പറ്റണം. അവർ നമ്മളെ ഓർത്ത് കരയല്ല വേണ്ടത്, നമ്മുടെ ജീവിതത്തെ അവർക്ക് എന്താകണം? ഒരു പാഠം അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് മാറാൻ പറ്റണം. അത് ആരായാലും ശരി.
അതിന് കുറേ ഡിഗ്രീസ് വേണം, കുറേ പണം വേണം, കുറേ പഠിപ്പ് വേണമെന്നൊന്നുമില്ല. മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് അറിയണം. അപ്പോൾ ഫസ്റ്റ് പൂവിൻ്റെ ആധാരം ഞാൻ പറഞ്ഞത് എന്താണ്? ശുദ്ധത. ഇനി അടുത്ത് നമുക്ക് എന്ത് ശുദ്ധിയാണ് വേണ്ടത്? നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ശുദ്ധി. ഇവിടെ എല്ലാവരും ഫ്രണ്ട്സാ? എല്ലാവർക്കും പരിചയമുണ്ട്? പരിചയം വേണ്ടല്ലോ, നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. അമ്പലം നടക്കി വന്നാലും നമ്മളെല്ലാവരും ഒന്നായി മാറുകയാണ് അല്ലേ? അപ്പം നമ്മുടെ മനോവൃത്തിയിൽ ഇപ്പോൾ എന്നോടൊരാൾ പറയുകയാണ്, എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഇത് അവിടെ ഇരിക്കുന്ന അമ്മയില്ലേ, ആ അമ്മേൻ്റെ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ അവരെ കാണും, പിന്നെ എപ്പോഴൊക്കെ എൻ്റെ ബുദ്ധിയിൽ എന്താ വരിക, അവർക്ക് അങ്ങനെയാണ്. കൂടെയുള്ളവരോടും പറയും അന്ന് അവരെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞത് അല്ലേ? അപ്പം നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കും. ആരെങ്കിലും എന്തൊക്കെ ഈ കാതിൽ നമുക്ക് അവരെ പറ്റി വേണ്ടാത്തതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകാം, പക്ഷെ എൻ്റെ കാഴ്ചപ്പാട് അവരുടെ നേരേക്ക് എപ്പോഴും എന്തായിരിക്കണം? അവർക്ക് എപ്പോഴും നന്മ വരട്ടെ, അവരുടെ ജീവിതത്തിൽ എല്ലാ സുഖവും ഉണ്ടാകട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്നുള്ളൊരു മനോഭാവം നമ്മളുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചിന്താശുദ്ധി വേണം. എന്ന് വെച്ചാൽ ചിത്തശുദ്ധി. ചിത്തത്തിൽ വൃത്തിയുണ്ട്. വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിൽ നമുക്ക് എന്ത് വേണം? ശുദ്ധത. അവരെന്നോട് എങ്ങനെയോ പെരുമാറട്ടെ, ഇനി ആരെങ്കിലും എനിക്ക് അവരെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാൽ പോലും ആ കാഴ്ചയിലൂടെ നമ്മൾ കാണരുത്. മൂന്നാമത്തേതാണ് നമ്മുടെ ദൃഷ്ടി. നമ്മുടെ ദൃഷ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളോട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതുപോലെ ദൃഷ്ടി അതുപോലെ സൃഷ്ടി എന്നാണ് അല്ലേ? ഇപ്പം ആകാശത്തിൽ രാത്രി അമ്പിളി അമ്മാവനുണ്ടോ? കുട്ടിക്കാലത്തല്ല അച്ഛനമ്മ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? നോക്കി അമ്പിളി അമ്മാവൻ, അത് അമ്മാവനാ നമുക്ക് ഇല്ല. പക്ഷെ കുട്ടിപ്രായത്തിൽ നമ്മളോട് പഠിപ്പിച്ചത് എന്താ? അമ്പിളി അമ്മാവൻ. അതേ വിജ്ഞാനിനോട് പറഞ്ഞാൽ അത് അമ്പിളി അമ്മാവനാന്ന് പറഞ്ഞാൽ അവർ പറയും അമ്പിളി അമ്മാവനാതെന്ന് ഇല്ല. അപ്പം നമ്മുടെ ദൃഷ്ടിക്ക് വ്യത്യസ്തമായിരിക്കുന്ന എന്തുണ്ട്? ഒരു ദൃഷ്ടികോണങ്ങളുണ്ട്, നമ്മൾ കാണുന്ന രീതി. അതാണ് നമ്മുടെ ലോകം. അപ്പം എൻ്റെ ജീവിതത്തെ ഞാൻ ഏത് രൂപത്തിൽ കാണുന്നു അതാണ് എൻ്റെ ലോകം. ഇനി അത് ആര് പറഞ്ഞാലും ഞാൻ മാറ്റാൻ തയ്യാറല്ല. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അമ്മ എന്നോട് വന്ന് പറഞ്ഞു, അവരിങ്ങനെ ഇവരിങ്ങനെ അവരിങ്ങനെ ഇവരിങ്ങനെ. ഞാൻ പറഞ്ഞു അവരെങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ പറ്റി എപ്പോഴും നല്ലതാകും. ആ ശരി സിസ്റ്റർ, ശരി സിസ്റ്റർ. പിന്നെയും വന്നിട്ട് പറയും അവരിങ്ങനെയാണ് ഇവരിങ്ങനെ. ഒരു കാര്യം പറഞ്ഞ അപ്പോഴേക്കും വീണ്ടും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ എനിക്ക് അവരെങ്ങനെ കാണുന്നു അതാണ് പിന്നെ എൻ്റെ ലോകം. അതിൽ ആരും മാറ്റാൻ പറ്റില്ല. അതിപ്പോൾ ഭഗവാൻ വന്നാൽ പോലും അത് മാറ്റണം. അപ്പം എൻ്റെ ലോകം എന്തായിരിക്കണം? സുന്ദരമായിരിക്കണോ? അത് സുന്ദരം പൂന്തോട്ടമായിരിക്കണോ? അല്ലെങ്കിൽ ഉയർച്ചയുള്ളതായിരിക്കണോ? അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകണം? അത് ഞാൻ വിചാരിക്കുന്ന പോലെ. അതുകൊണ്ട് എൻ്റെ ദൃഷ്ടിയിൽ എപ്പോഴും എല്ലാവരെയും നല്ലതായി കാണാം, ജീവിതത്തിൽ നടക്കുന്നതിനൊക്കെ നല്ലതായി കാണാം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, വെറുതെ പറഞ്ഞതല്ല ഭഗവാൻ. എന്താ പറഞ്ഞത്? നടന്നു പോയതും നല്ലതിന്, നടക്കാനിരിക്കുന്നതും നല്ലതിന്, ഇനി നടക്കേണ്ടതെല്ലാം എന്താണ്? നല്ലത്. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നില്ല. കാരണം നമ്മൾ ഏകകാല ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്തോ നടക്കുന്നത് അത് മാത്രം നമ്മൾ അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ആരൊക്കെ സീരിയൽ കാണും? ആരെല്ലാം കാണും? ആരും കാണൂല. നല്ല കുട്ടികളാണല്ലോ അല്ലേ? എത്ര മണിക്ക് വിളക്കെത്തിക്കും? സന്ധ്യയ്ക്ക് 6 മണിക്ക്. എത്ര സമയം വരെ ആ വിളക്കിൻ്റെ മുന്നിലുണ്ടാവും? അരമണിക്കൂറുണ്ടാവും. ഭയങ്കര ഗ്രേറ്റ് ആണല്ലോ. ഞാൻ കേട്ടത് അവിടെ വയ്ക്കുക, ഭഗവാനെ വിളക്ക് വെച്ചിനെ തിരിച്ചങ്ങ് കൊണ്ടുപോവുക. കാരണം അപ്പോഴേക്കും സീരിയൽ അവിടെ തുടങ്ങും. ഏത് സീരിയലാ? അത് അവർ കാണൂല. അവർ നല്ല കുട്ടികളാണ്. ഇനി ആരെല്ലാം കാണും അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? വിളക്കെത്തിച്ച് പിന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ ജപിക്കും അല്ലേ? അപ്പം നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഏത് രൂപത്തിൽ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ആ അന്തരീക്ഷം അവിടെ ഞാൻ ഉണ്ടാക്കുകയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടി എപ്പോഴും എന്തായിരിക്കണം? സീരിയൽ കണ്ടാൽ പിന്നെ ഓരോരുത്തർ സീരിയൽ നടനും നടിയായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുക. അതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ചിത്ത വൃത്തിശുദ്ധി, പിന്നീട് നമ്മുടെ ദൃഷ്ടിയും ശുദ്ധത. വേണ്ടാത്തതൊന്നും കാണാതിരിക്കുക. അതെല്ലാം എവിടെ പോവും? നമ്മളറിയാതെ കയറി അങ്ങ് ഉള്ളിലിരിക്കും. പിന്നെ കാണുന്നതൊക്കെ തോന്നും, അയ്യോ ഇവരും അങ്ങനെയാ, അയ്യോ ഇതും എൻ്റെ ലൈഫിൽ ഇങ്ങനെ വരുമെന്നുള്ള തോന്നലുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും എന്താകണം? നമ്മുടെ ദൃഷ്ടിയും കൂടി
നമ്മുടെ കണ്ണിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് വരുന്നതെന്നറിയോ? എങ്ങനെയാണ്? ഇപ്പോഴത്തെ അവിടെ ബ്യൂട്ടി പാർലറിൽ പോയ സൗന്ദര്യം വരില്ല. അവർ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയാലേ സൗന്ദര്യം വരും. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ സൗന്ദര്യം വരുന്നത് എപ്പോഴും നമ്മൾ നല്ലത് മാത്രം കാണാൻ ശ്രമിക്കും. മനസ്സിലായോ? പിന്നെ അടുത്ത ശുദ്ധി ഏതാ വരേണ്ടത്? അതിന് നേരെ താഴെ വാക്ക്. നമ്മുടെ വാക്ശുദ്ധി എപ്പോഴും എന്തായിരിക്കണം? മറ്റുള്ളവരെ നോവുണ്ടാക്കാതെ വാക്കുകൾ. നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടണം. നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് ധൈര്യം കിട്ടണം. അങ്ങനെയുള്ള വാക്കുകൾ മാത്രമായിരിക്കണം ഈ നാവ് കൊണ്ട് നമ്മൾ പുറത്തേക്ക് പറയേണ്ടത്. പിന്നെ നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. ഈ നാവ് 2 കാര്യം ഉപയോഗിക്കും. ഒന്ന് നമ്മൾ സംസാരിക്കാൻ, രണ്ടാമത്തേത് കഴിക്കാൻ, അല്ലേ? അപ്പം നമ്മുടെ ഭക്ഷണശുദ്ധിയും കൂടി അതിലെന്ത് വരുന്നുണ്ട്, അല്ലേ? ഇവിടെ ഭഗവാന് നമ്മൾ അർപ്പിക്കുമ്പോൾ എന്താ അർപ്പിക്കുക? നൈവേദ്യം വയ്ക്കുക. എന്താ വെക്കുക? പറയും, എന്താ വയ്ക്കുക? പഴങ്ങൾ വെക്കും, അല്ലേ? ഇത് പഴങ്ങൾ വെക്കാം, പായസം വെക്കും, അല്ലേ? അതിൽ നെയ്യും മധുരം പിന്നെ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടിട്ട് വയ്ക്കുക. എത്ര സ്വാദോടു കൂടി നമ്മളത് പ്രസാദമായിട്ട് സ്വീകരിക്കും. 2 കാര്യമുണ്ട്. ഒന്ന് ഭഗവാന്റെ സ്മൃതിയിലൂടെ ചെയ്യുന്ന പ്രസാദം, രണ്ടാമത്തെ അവരതിനെ നൈവേദ്യം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും. നമ്മുടെ വീടുകളിൽ എങ്ങനെയാ? ഭഗവാനെ എല്ലാത്തിനും കുറ്റപ്പെടുത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ പറയില്ലേ, ഭഗവാൻ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു, ഭഗവാൻ എന്തിനാണ് എന്നോട്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അതേ തുല്യത വേണം. നമ്മൾ മനുഷ്യരാണ്, ശരി, പക്ഷെ കൺസെഷൻ കൊടുക്കരുത്. നോക്കൂ, ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്നത് എന്താ? ശുദ്ധാഹാരമാണ്, അല്ലേ? ഭഗവാന്റെ മക്കളാണ് നാം. അപ്പം നമുക്ക് നമ്മൾ അർപ്പിക്കുന്നത് എന്താ? ചിന്തിക്കണം. ഭഗവാൻ ഒരിക്കലും ഒരാളുടെ വേദന എടുത്തിട്ട് കഴിക്കാറില്ല. അപ്പം നമ്മൾ കുട്ടികൾ എങ്ങനെയായിരിക്കണം? ആദ്യം ഭഗവാൻ അർപ്പിക്കുക, ഭഗവാന് നൈവേദ്യം വെക്കുക, അല്ലേ? എങ്ങനെയുള്ളത് നൈവേദ്യം വെക്കണം? ഞാൻ എന്ത് കഴിക്കുന്നു അത് വെക്കാന്നല്ല. ഭഗവാൻ എന്താണോ നൈവേദ്യം അർപ്പിക്കേണ്ടത് ആ ശുദ്ധിയോടുകൂടി ഭഗവാന് നൈവേദ്യം, അല്ലേ? പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തുള്ളവർക്ക് അറിയില്ല. ഇപ്പോൾ വീടുകളിൽ ആ സിസ്റ്റം ഇല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ അരി അടുപ്പത്തിടുമ്പോൾ ഒരു പിടി മാറ്റി വെക്കോ ഇല്ല? ഇപ്പം ഉണ്ട് അങ്ങനെ? ഇപ്പം അവിടെയില്ല. ഇപ്പം ഭർത്താവിന് വേണ്ടി, മകൾക്ക് വേണ്ടി, അച്ഛനക്ക് ഇഷ്ടം, അമ്മക്ക് ഇഷ്ടം, മോൾക്ക് ഇഷ്ടം, പേരക്കുട്ടിക്ക് ഇഷ്ടം എന്താ അത് മാത്രമേ അടുക്കളയിൽ വെക്കുക. അവിടെ എവിടെയും ഭഗവാന്റെ സ്മൃതി പോലും ഉണ്ടാവില്ല. അപ്പം ചിന്തിച്ചു നോക്കുക, ആരോഗ്യം നമ്മുടെ മോശമാകാനുള്ള ഒരു കാരണം എന്താണ്? നമ്മുടെ ആഹാര രീതികളാണ്, അല്ലേ? ഏത് ചിന്തയിലാണ് ഉണ്ടാക്കുന്നത്, ഏത് ചിന്തയിലാണ് കഴിക്കുന്നത്, അതിനനുസരിച്ച് ദേഹത്തിന് എന്ത് ബാധിക്കും? ഇതെല്ലാം ബാധിക്കും. അത് ഒരു കാരണം, അല്ലാണ്ട് എല്ലാത്തിനും അല്ല, ഒരു കാരണം അതാണ്. അപ്പം എപ്പോഴും അന്നദാതാവിൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കുകയും അന്നദാതാവിന് സമർപ്പിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേ അത് നമുക്ക് മനസ്സിന് സുഖം നൽകും, വയറിന് സുഖം നൽകും, നമുക്കിടയിലും സംബന്ധങ്ങളിലും എന്താകും? സുഖം ഉണ്ടാവുള്ളൂ, അല്ലേ? ഹോട്ടലിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് അമ്മ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിനും വ്യത്യാസമുണ്ട്. അവിടെ ഉണ്ടാക്കുന്നതിനും അമ്പലത്തിൽ വന്ന് പ്രസാദം കഴിക്കുന്നതിനും വ്യത്യാസമുണ്ട്, ഉണ്ടോ ഇല്ല? ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിനുള്ള സുഖമൊന്നും വീട്ടിൽ നിങ്ങൾ ഇതേ ഉണ്ടാക്കിയാൽ പോലും കിട്ടുകയില്ല. അതിൻ്റെ വ്യത്യാസം എന്താ? ഇവർ ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കി അത് നൈവേദ്യം സമർപ്പിച്ച് നമുക്ക് നൽകുന്നതാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ പോലും നമ്മൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശുദ്ധതയോടെ ഉണ്ടാക്കുക, എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്മൃതിയിൽ ഉണ്ടാക്കുക. കാരണം ഇത് എൻ്റെ ദേഹത്തിനും മറ്റുള്ളവരുടെ ദേഹത്തിന് ആരോഗ്യം കൊടുക്കുന്നതാണ്, സുഖം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒന്നിൻ്റെ കറ ഉണ്ടാകരുത്, ഒരു പാപത്തിൻ്റെ കറ ഉണ്ടാകരുത്, ഒരാളുടെ നോവിൻ്റെ ഇത് അതിലുണ്ടാവരുത്. അങ്ങനെയുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. നോക്കൂ, നമ്മൾ ഭക്തജനങ്ങളാണ്. നമ്മൾ പറയാറുണ്ട് മത്സ്യ കൂർമ്മ വരാഹ അവതാരം ഇവിടെ ഉണ്ട് തോന്നും. അവതാരത്തിലെല്ലാം ഭഗവാനെ നമ്മൾ കാണുന്നവരാ. പക്ഷേ ഈ മത്സ്യ വരാഹ കൂർമ്മ അവതാരങ്ങളൊക്കെ ഇപ്പോൾ എവിടെയുള്ളേ? എവിടെയുള്ളേ? എനിക്കറിയില്ല. കാരണം എനിക്ക് ശിവക്ഷേത്രം, കൃഷ്ണക്ഷേത്രം, ബാക്കി കുറേ ദേവതകളുണ്ട്. പക്ഷെ ഇവരൊക്കെ എവിടെയുള്ളേ? എവിടെയുള്ളേ? ഒന്നായിക്കോട്ടെ, പക്ഷെ ഇവരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ ഇപ്പം എവിടെയുള്ളേ? എവിടെയുള്ളേ? ഉള്ളിലുണ്ട്. ഞാൻ കേട്ടിരിക്കുന്ന എല്ലാവരുടെ അടുക്കളയിൽ ചട്ടിയിൽ ഫ്രൈ ആവുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കൂ, നമ്മൾ പറഞ്ഞത് എന്താ?
നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യവും ചട്ടിയിൽ ഫ്രൈ ആവുന്നുണ്ട്, കൂർമ്മം ഫ്രൈ ആവാറുണ്ട്, വരാഹവും ഫ്രൈ ആവാറുണ്ട്. ബാക്കിയുള്ളത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല. അപ്പം ഇതൊക്കെ ഫ്രൈ. അപ്പം ചിന്തിച്ചു നോക്കൂ, ഭഗവാൻ ആരാ? സദാ ജീവൻ നൽകുന്ന ദാതാവാണ്. നമ്മൾ ആരാ? ജീവൻ എടുക്കുന്ന ദാതാവാണ് അല്ലേ? ചിന്തിച്ചു നോക്കിയാൽ വ്യത്യാസമുണ്ട്. എല്ലാവരും ബ്രഹ്മകുമാരീസിനെ പേടിക്കും. ഒരു കാര്യം ഇതാണ്, അവിടെ പോയ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പറ്റില്ല, വെറും ശുദ്ധാഹാരം എന്ന് പറയും. നമ്മൾ ഈശ്വരൻ എന്താണോ കഴിക്കുന്നത്, ഈശ്വരൻ എന്താണ് സമർപ്പിക്കുന്നത്, അത് മാത്രമേ നമ്മളും സ്വീകരിക്കും. അതിന് കുറേ കാരണങ്ങളുണ്ട്. ഇപ്പോൾ സമയമില്ല, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇത്ര മാത്രം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു കോഴീനെ കൊല്ലുന്നു, ആരോ കൊന്നു പോട്ടെ, മീനിനെ ആരോ പിടിച്ചു പോട്ടെ, അതിനൊരു ജീവനുണ്ട്. അതിനും അച്ഛൻ അമ്മ മക്കളൊക്കെ ഉണ്ടാകും. കോഴിക്കും ഉണ്ടാകും, ആടിനും ഉണ്ടാകും, എല്ലാത്തിനും ഉണ്ടാകും. നമ്മളുടെ ഒരാളിനെ കൊന്നാൽ നമുക്ക് വേദനിക്കോ? ഇല്ലല്ലോ. നമുക്കെന്ത് സങ്കടം? ഇല്ല. അങ്ങനെ ആ മിണ്ടാ പ്രാണികൾ അവരുടെ വേദന ആരോട് പറയും? ആരോട് പറയും? അവരുടെ സങ്കടം നിങ്ങൾ പോയിട്ട് അവരോട് സമാധാനപ്പെടുത്താറുണ്ടോ? ഇല്ല. ചിന്തിക്കണം. ഇതിൽ സൂക്ഷ്മതയാണ്, നമ്മൾ അറിയില്ല. ആ വേദനയും നോവും ഒക്കെ ആരെ കഴിക്കുന്നത്? നമ്മൾ. അപ്പം ആ വേദനയൊക്കെ എവിടത്തേക്ക് വരും? നമ്മുടെ മനസ്സിനെ ബാധിക്കും, നമ്മുടെ ദേഹത്തെ ബാധിക്കും. പോട്ടെ, നമുക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, രക്തം കുറേ വാർന്നു പോയി. അപ്പോൾ എനിക്ക് രക്തം കയറ്റണമെന്ന് വിചാരിച്ചോ? നമ്മൾ ഏത് രക്തം കയറ്റുക? ഏത് രക്തം കയറ്റുക? മനുഷ്യരക്തം തന്നെ. പക്ഷെ ഏത് രക്തം കയറ്റുക? എൻ്റെ ഗ്രൂപ്പ് ഏതോ ആ രക്തം മാത്രമേ കയറ്റും അല്ലേ? അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ രക്തം കയറ്റിയാൽ മതി എന്ന് പറയുമോ? ഇല്ല. അപ്പം ചിന്തിച്ചു നോക്ക്, മനുഷ്യൻ്റെ രക്തം പോലും ടെസ്റ്റ് ചെയ്യാതെ അതിനൊരു രോഗം ഇല്ലയെന്ന്, അതിലൊരു വൈറസും ഇല്ല, ഒന്നും അറിഞ്ഞാൽ മാത്രമേ ഡോക്ടർ അത് എന്നിൽ കയറ്റൂ. അപ്പം നമ്മൾ അന്യജീവികളെ കഴിക്കുമ്പോൾ നമ്മൾ ABCD ഗ്രൂപ്പാണോ നോക്കാറുണ്ടോ? ഒന്നും നോക്കാറില്ല അല്ല. അപ്പം ചിന്തിക്കുക, നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. സിസ്റ്റർ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇതാക്കണം. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയതാണ്. നമുക്ക് നോവും അത്. കാരണം അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എവിടുന്ന ശാന്തി ഉണ്ടാവുക, നമുക്ക് എവിടുന്ന സുഖം ഉണ്ടാവുക, നമുക്ക് എവിടെയാണ് മറ്റ് സഹജീവികളോട് സഹപ്രവർത്തകരോട് നമുക്ക് ആ ഒരു സ്നേഹവും വിശാലത ദയ നമുക്ക് എങ്ങനെയാണ് തോന്നുക? പരിധിയുണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടവരോട് ദയ തോന്നും, ഇഷ്ടപ്പെടുന്നവർ സ്നേഹം തോന്നും. അപ്പം നമ്മുടെ വാക്ശുദ്ധി എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റുള്ളവർ നോവ് ഉണ്ടാക്കുന്ന വിധത്തിൽ, മറ്റുള്ളവരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, മറ്റുള്ളവരുടെ ധൈര്യത്തെ ചോർത്ത് കളയുന്ന രീതിയിലുള്ള ഒരു ശബ്ദങ്ങളും നമ്മുടെ നാവിൽ നിന്നും വരരുത്. രണ്ടാമത്തേത്, നമ്മുടെ നാവ് എപ്പോഴും ശുദ്ധാഹാരത്തിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. നമ്മുടെ ഇപ്പോൾ അഞ്ചാമത്തെ ശുദ്ധി ഏതാ? നമ്മുടെ കർമ്മശുദ്ധത. കർമ്മശുദ്ധത വരെ നമ്മുടെ കർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാക്കണം, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രേരണ കിട്ടണം, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നോവുണ്ടാക്കുന്ന ഒരു പെരുമാറ്റം, ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിൽ എത്ര ശുദ്ധതയുണ്ട്. അതുപോലെ ധനശുദ്ധതയും വരും. ആഹാരശുദ്ധത, ധനശുദ്ധത, ഇതൊക്കെ വരും. നവശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ ഈശ്വരനോട് എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഇന്ന് മുതൽക്ക് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ 2 കാര്യം പറയാം. ഒന്ന്, ഇത്ര ഡീറ്റെയിൽ പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ചിന്തിക്കാം. പക്ഷെ ഒന്ന് കാര്യം ചെയ്യുക, എപ്പോഴും മനസ്സിൻ്റെ ശുദ്ധത കാത്തു സൂക്ഷിക്കുക. അത് എളുപ്പമാണോ? അത് പറ്റുമല്ലോ. ബാക്കി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ഈ സിസ്റ്റർക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ കഴിക്കാണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റാന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുള്ള ഉറപ്പ് എനിക്ക് തരണം. പറഞ്ഞാൽ അവരവരുടെ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കും അല്ലേ? പറ്റൂലേ? അപ്പം അതിനെന്താ ചെയ്യണ്ടേ? മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്ത്, കാരണം അന്നത്തെ ഫുള്ള് നിങ്ങളുടെ അഴുക്കുകളൊക്കെ ഉണ്ടാകും, പറഞ്ഞതും കൊടുത്തതും ചെയ്തതൊക്കെ ഉണ്ടാകും. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ച് കിടക്കാം. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ട ഭഗവാൻ, ആ ഇഷ്ട ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് ഞാൻ പറഞ്ഞതും കൊടുത്തതും പറഞ്ഞതും ഒക്കെ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അത് ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കും. പറ്റുമോ? പറ്റും.
ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ അതായത് ഒന്ന് മനസ്സിനെ മൊത്തം കൊടുത്തു കളയുക, രണ്ടാമത്തെ നമ്മൾ മുഴുവൻ ദിവസം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നിലൂടെ ഒരാൾക്കും നോവ് ഉണ്ടാകരുത്. മനസ്സിലായല്ലോ? വാക്കുകൊണ്ട് പോലും നോട്ടം കൊണ്ട് പോലും ഒരാളെ നോവിക്കരുത്. നമുക്കറിയാം, പേടിപ്പിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ നോവുണ്ടാക്കുന്നതൊന്നും ചെയ്യരുത്. അതുകൊണ്ട് എന്തായിരിക്കണം? ഭാവന ശുദ്ധതയുണ്ടാവണം. നമ്മൾ പറയില്ലേ, ഇൻറ്റൻഷൻ നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഒരാളോട് പറയാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ ശുദ്ധമാണെങ്കിൽ അയാൾക്ക് നന്മ വരട്ടെ എന്ന ഭാവത്തോടു കൂടി ഒരാളെ നമ്മൾ കുറച്ച് ശകാരിച്ച കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളിലുണ്ട് അയാൾ തകർന്നു പോകട്ടെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതും അയാൾക്ക് വീഴ്ച വരട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നതും വ്യത്യാസമുണ്ട് അല്ലേ? അത് അവരെ തട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മനസ്സ് ശുദ്ധമാക്കി വയ്ക്കുക. രാത്രി എന്ത് ചെയ്യുക? എല്ലാം ഭഗവാനെ ഏൽപ്പിക്കുക. കാരണം അച്ഛനുണ്ട്, അച്ഛനെല്ലാം ഏറ്റെടുക്കും. നമുക്ക് ഏകകാലം മാത്രമേ. ഞാൻ നേരത്തെ സീരിയലിൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ വൈകുന്നേരം സീരിയൽ കാണും, ആ സമയത്തായിരിക്കും നിങ്ങളുടെ മകൻ കയറി വരുന്നുണ്ടാവുക, ടി വിയിൽ സീന് നടക്കുന്നുണ്ടാകും, അയാളെ കൊല്ലാൻ പോകുന്ന, ഈ മനുഷ്യൻ അയാളെ കൊല്ലാൻ പോകുന്ന. അപ്പം മകൻ പറയും, എന്തിനാ അയാളെ കൊല്ലാൻ പോകുന്നത്? അയാൾക്ക് വേറെ പണിയില്ല, അയാൾ പറയുമെന്ന് പറയും. നമ്മൾ ടി വിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ പറയും, നീ മിണ്ടാണ്ടിക്കട, അയാളെ കൊല്ലണോ, അയാൾ അങ്ങനത്തെ മനുഷ്യൻ, അയാൾ അങ്ങനെ തന്നെ വേണോ പറയും. കഥ മൊത്തം കണ്ടതാരാ? അമ്മ. പകുതിക്ക് കയറി വന്നത് മകൻ ഇതിൻ്റെ ആദ്യം അറിയില്ല അവസാനം അറിയില്ല. അപ്പോൾ കാണുന്നവർക്ക് തോന്നും അയാൾ പാവല്ല, ഒരു സ്ത്രീ പാവല്ല, അയാൾ എന്തിനാ കൊല്ലണമെന്ന് വിചാരിക്കും. പക്ഷെ അമ്മയ്ക്കറിയാം ആ സ്ത്രീ എത്ര ഉപദ്രവം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിത നാടകത്തിലും നമുക്ക് ഓരോരുത്തരുടെ കഥയൊന്നും അറിയില്ല. അവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് നമുക്കറിയില്ല, ഇവരെന്താ ഇങ്ങനെ ജീവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പറയും, ഇവരെന്താ ഇങ്ങനെ എന്ന് പറയും. അതുകൊണ്ട് ആ ദൃഷ്ടി പോലും നമുക്ക് വരരുത്. നമ്മുടെ കഥയുടെ പുറകെ വലിയൊരു കഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു സമയത്തിലെ യാത്രക്കാരല്ല, നമ്മൾ 5000 വർഷത്തുനിന്ന് യാത്ര ചെയ്തു വന്നു, അനേക ജന്മങ്ങളിലൂടെ കടന്നു വന്നവരാണ്. നമുക്കിടയിലൊക്കെ ബന്ധങ്ങളുണ്ട്. ഏത് ബന്ധമാണ് അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, നാം എല്ലാവരും ഒന്നാണ്. ഒറ്റ വാക്കിൽ പറയും, ആത്മബന്ധം. നമുക്കിടയിലൊക്കെ ഒരു ബന്ധമുണ്ട് നമ്മളറിയാത്ത. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മ വേറെയൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ വന്ന് പരിചയപ്പെട്ടവരായിരിക്കാം. പക്ഷെ നമുക്കിടയിൽ എപ്പോഴും ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആ ഒരു ഭഗവാന്റെ, ആ ഒരു അച്ഛൻ്റെ മക്കളാണ് നാം എല്ലാവരും. അതുകൊണ്ട് നമുക്കിടയിൽ ഒരു ബന്ധം ഏതാണ്? ആത്മബന്ധം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആത്മാക്കളുടെ ഇടയിൽ നമുക്ക് എപ്പോഴും എന്ത് വേണം? സ്നേഹം വേണം. അവർ വേഷം ഏതോ ഇട്ടോട്ടെ. ഇപ്പോൾ സിനിമയിൽ വേഷവും ഗുണ്ടാ വേഷമുണ്ട്, കോമഡി വേഷമുണ്ട്, ഹീറോ വേഷമുണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലർ കൊമേഡിയൻസ് ഉണ്ട്, ചിലവർ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, ചിലവർ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവരുടെ റോള് കണ്ട് നമുക്ക് അവരോട് വെറുപ്പോ വിദ്വേഷമൊന്നും പാടില്ല. നമുക്ക് എപ്പോഴും നമ്മൾ കാണേണ്ടത് ആരാണ്? അതിനകത്തൊരാത്മാവുണ്ട്. ആ ആത്മാക്കളാണ് ആരുടേത്? ഈശ്വരൻ്റെ സന്താനം. നാം എല്ലാവരും കോർക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഈശ്വരൻ്റെ ബന്ധത്തിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ സ്നേഹം നമുക്ക് എപ്പോഴും എന്തുണ്ട്? അതിന് കണ്ടീഷൻസ് ഒന്നുമില്ല. ആ വിശാലത എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒന്ന്, നമ്മുടെ മനസ്സ് ശുദ്ധമായി സൂക്ഷിക്കാം. രണ്ടാമത്തേത്, നമുക്ക് എല്ലാവരുടെ പ്രതി നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊടുക്കാനുള്ള ഭാവന ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ മുന്നിൽ പോലും യാചനയോട് ആവശ്യമില്ല അല്ലേ? ഇവിടെ ഇരിക്കുന്നവരാരോ? സമ്പന്നരാണോ യാചകരാണോ? അപ്പം ചിന്തിക്കും, സിസ്റ്റർ എന്തിങ്ങനെ പറയണം, നമ്മൾ കണ്ടാൽ അറിയില്ലേ? യാചകരാണോ സമ്പന്നരാണോ? എന്നോട് ദേഷ്യമൊന്നും വരണ്ട. യാചകനാണോ സമ്പന്നനാണോ? യാചകനാ? അവിടെ ഇരിക്കുന്നവരാരാ? യാചകരാണ്. അല്ലേ? അപ്പോൾ ആ യാചനയില്ലാണ്ടാക്കുക. മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ കയ്യിൽ ഇങ്ങനെ പാത്രം പിടിച്ച് യാചിക്കുന്നവരല്ല, പക്ഷെ മനസ്സുകൊണ്ട് നാം എല്ലാവരും തുല്യമാണ് അല്ലേ? യാചിക്കുന്നില്ല. സ്നേഹം വേണോ, റെസ്പെക്റ്റ് വേണോ, എന്നെ ബഹുമാനിക്കുന്നില്ല, ഇതെല്ലാം യാചനയാണ്, മനസ്സിൻ്റെ യാചന. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് എന്ത് നിർത്താൻ പറ്റണം? യാചന നിർത്തുക. യാചനാർത്ഥം എന്താണെന്നറിയോ? പ്രതീക്ഷകൾ. നമ്മൾ പലരിന്നും പലതും പ്രതീക്ഷിക്കും. ചിലപ്പോൾ ഭർത്താവിൽ നിന്നും ഭാര്യ, ഭാര്യയിൽ നിന്നും ഭർത്താവ്, അച്ഛനമ്മമാരിൽ നിന്ന് മക്കൾ, മക്കളിൽ നിന്ന് അച്ഛനമ്മമാർ, ചുറ്റുപാടിൽ നിന്നും, പിന്നീട് ഇവിടെയുള്ള ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ പലതും നമ്മൾ
മനസ്സിൽ പ്രതീക്ഷിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷ തകരാൻ ചിലപ്പോൾ ഒരു നിമിഷം മതി. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇന്നെന്ത് പാടില്ല? യാചന പാടില്ല. നമ്മളെല്ലാവരും എപ്പോഴും എന്തായിരിക്കണം? ഉടുക്കാൻ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കഴിക്കാൻ ഒരു നേരം ഭക്ഷണം ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ എപ്പോഴും കൊടുക്കുന്നവനായിട്ട് മാറുക അല്ലേ? കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? പറ്റും, കൊടുക്കാൻ പറ്റും. ഡെയിലി കൊടുക്കാൻ പറ്റണം, ദിവസം കൊടുക്കാൻ പറ്റണം, പറ്റുമോ? അപ്പോഴും കൺഫ്യൂഷനാണ്. ഞാനെന്താ കൊടുക്കേണ്ടത്? എൻ്റെ അടുത്തൊന്നും ഇല്ലല്ലോ. കൊടുക്കാൻ പറ്റുമോ? ഇന്ന് സമ്പന്നരായിട്ട് പോകാൻ തയ്യാറാണോ? തയ്യാറാണോ? കാരണം എൻ്റെ അച്ഛൻ സർവശക്തനാണ്. എൻ്റെ അച്ഛൻ സർവ്വതും നൽകാൻ പ്രാപ്തനാണ്. എൻ്റെ അച്ഛൻ സർവമംഗളകാരിയാണ്. ഭഗവാന്റെ മഹിമ എന്താ? സർവേശ്വരാണ്, വൈദ്യനാഥനാണ്, സോമേശ്വരനാണ്, സുന്ദരേശ്വരനാണ്. എല്ലാം തികഞ്ഞു നിൽക്കുന്നതാരാ? അതെൻ്റെ അച്ഛൻ തന്നെയാണ് അല്ലേ? ആ അച്ഛൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? കൊടുക്കാൻ പഠിക്കാം. അതുകൊണ്ട് ദേവതകളുടെ കൈകൾ എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുക? അങ്ങനെ. അപ്പം അതുകൊണ്ട് നമ്മുടെ കൈകളൊക്കെ എങ്ങനെ ഉണ്ടാകണം? കൊടുക്കുക. അപ്പോൾ കൊടുക്കാൻ തയ്യാറാ? തയ്യാറാ? പറയട്ടെ എന്താ കൊടുക്കണ്ടേന്ന്? പറയും, പക്ഷെ ചെയ്യണോ? ചെയ്യുമോ? എപ്പോഴും സ്നേഹം കൊടുക്കുക. കൊടുക്കാൻ പറ്റുന്നതാ. എപ്പോഴും സ്നേഹം കൊടുക്കുക, എപ്പോഴും ധൈര്യം കൊടുക്കുക, എപ്പോഴും മനസ്സുകൊണ്ട് നല്ല ഭാവനകൾ കൊടുക്കുക, നല്ലതായിരിക്കുന്ന നല്ലത് വരട്ടെ എന്ന് എപ്പോഴും എല്ലാവരുടെ പ്രതിയും കൊടുക്കുക. നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് ഏതാ? അപ്പോൾ അത് സമ്പന്നരല്ലേ? കാരണം എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. പിച്ചക്കാരൻ വന്നിട്ട് എന്നോട് പറയുക ഒരു 10 രൂപ തരണേന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സ് തുറന്ന് മൊത്തം നോക്കും. കാരണം എല്ലാം 100, 200 ആയിരിക്കും. ഇതിലിപ്പോൾ എവിടെയാ 10 ഇല്ല. കാരണം അയാൾക്ക് 10 വേണ്ടത്. 100 രൂപ 500 രൂപ കൊടുത്താൽ ചിലപ്പോൾ വാങ്ങിക്കില്ല. അപ്പോൾ 10 കൊടുക്കുക എനിക്കില്ല എങ്കിൽ പിന്നെ ഞാനും അയാളെ പോലെ തന്നെ പിച്ചക്കാരനല്ലേ അല്ലേ? അപ്പോൾ ഒരാൾ എൻ്റെ മുന്നിൽ ധൈര്യത്തിന് വേണ്ടി വരിക, ഒരാൾ എൻ്റെ മുന്നിൽ സ്നേഹത്തിന് വേണ്ടി വരിക. അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റണം? കൊടുക്കുക. ബാക്കി പണം കൊടുക്കണം, വസ്ത്രം കൊടുക്കുക, അതിപ്പോൾ എല്ലാം സർവ്വസാധാരണമാണ്. പക്ഷെ നമുക്ക് കൊടുക്കേണ്ടത് മനസ്സിനാണ്. ആത്മധൈര്യം കൊടുക്കാൻ പറ്റണം, ആത്മാവിന് സന്തോഷം കൊടുക്കാൻ പറ്റണം, ആത്മാവിന് ധൈര്യം കൊടുക്കാൻ പറ്റണം, ആത്മാവിന് ശക്തി കൊടുക്കാൻ പറ്റണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണെങ്കിൽ അത് മക്കളാകാം, അയൽവക്കക്കാരോ ഫ്രണ്ട്സാകാം, ആരും ആകാം. അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ആരും ഉണ്ടാവുക? പരിചയക്കാരുണ്ടാവില്ല. എത്രയോ വേദനിച്ച് കിടക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു നേരത്തെ നിങ്ങളുടെ ഒരു ധൈര്യം കൊടുത്താൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു മരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഒരു സെക്കൻഡ് മാറിയാൽ അയാൾ പോകും. അപ്പോൾ ഒരു സെക്കൻഡ് അയാൾക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ടെങ്കിലോ അയാൾ തിരിച്ച് ജീവനിലേക്ക് വരും അല്ലേ? അപ്പോൾ അത്രയും ശക്തി ഭഗവാൻ ആരിൽ നിറച്ചിട്ടുണ്ട്? നാം എല്ലാവരിലുണ്ട്. മനസ്സിലായല്ലോ? കാരണം ആ ഭഗവാന്റെ മക്കളാണെന്ന്. അപ്പം അതുകൊണ്ട് ഇന്നു മുതൽക്ക് ഒന്ന് മനസ്സിൻ്റെ ശുദ്ധി, രണ്ടാമത്തത് സദാ കൊടുക്കുന്ന സമ്പന്നനായിട്ട് മാറുക. മനസ്സിനെ സമ്പന്നമാക്കി വയ്ക്കുക. നമ്മുടെ അറയാണ് മനസ്സ്, അതിനെപ്പോഴും നിറച്ച് വയ്ക്കുക. മനസ്സിലായോ? അപ്പോഴേ ഈശ്വര ശക്തി, ഈശ്വര ഭക്തി ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ വെറുതെ വരുന്നു, തൊഴുന്നു, ഭഗവാനെ എനിക്ക് മക്കളില്ല, എനിക്കൊരു സന്താനപ്രാപ്തി, എനിക്ക് ജോലിയില്ല, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. അല്ലാണ്ട് ഭഗവാനോട് പറഞ്ഞിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഭഗവാനെ നമ്മൾ പരിധിയിൽ പിടിച്ചിട്ടിട്ട് കൈക്കൂലി കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന പോലെ. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സ് തുറന്നു വയ്ക്കാം. നമ്മളിപ്പോൾ തേങ്ങ ഉടച്ചിങ്ങനെ വെക്കും, ഭഗവാൻ എൻ്റെ മനസ്സ് ഇത്ര ശുദ്ധമാണ്. ഫസ്റ്റ് എന്താണ് പറഞ്ഞാൽ ആ മനസ്സിൽ ഭഗവാനെ മാത്രം കുടിയിരുത്താം. കാരണം ഈ ദേഹം ക്ഷേത്രമാണ്, ഇതിനകത്തുള്ളത് ക്ഷേത്രജ്ഞനാണ്. അപ്പം അത്രയും ശുദ്ധത നമുക്ക് ദേഹത്തിനും വേണം, മനസ്സിനും വേണം. മനസ്സിലായില്ലേ? ഇത് എപ്പോഴും ചന്ദനത്തിരി കത്തിച്ച് വെക്കും, സുഗന്ധം നമ്മൾ വെക്കാറുണ്ട്. കാരണം ആത്മാവായ ഞാൻ വളരെയധികം പരിശുദ്ധമാണ്. അത്ര തന്നെ ചന്ദനത്തിരി വെക്കുക. എന്തുകൊണ്ട്? സുഗന്ധം അമ്പലത്തിൽ വരുമ്പോൾ എന്നിലൂടെ അത്രയും സുഗന്ധം ഉണ്ടാവണം. സ്നേഹത്തിൻ്റേതാണെങ്കിലും ആ ഒരു ആനന്ദത്തിൻ്റേതാണെങ്കിലും സുഖത്തിൻ്റെ സുഗന്ധം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അനുഭവം ചെയ്യണം. അല്ലാണ്ട് വെറുതെ നമ്മൾ ആചാരമായിട്ട് കൊണ്ടെടുക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്താക്കണം? പ്രവൃത്തിയിൽ നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോഴേ ഈശ്വരന് തുല്യമായിട്ട് നമ്മൾ മാറുള്ളൂ. ഈശ്വരൻ്റെ മക്കളാണെന്ന് പറയാനുള്ള അഭിമാനം നമുക്കുണ്ടാവും. പോട്ടെ ഭക്തരാണെന്ന് പറയാനുള്ള അഭിമാനം നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? എപ്പോഴും യാചകരാണെങ്കിൽ എങ്ങനെയാ അല്ലേ? ഭഗവാൻ അപ്പോഴേ നമുക്ക് എപ്പോഴും ഏത് സമയത്ത് എന്ത് വേണോ തഥാസ്തു എന്ന് പറയും. മനസ്സിലായില്ലേ?
അതാണ് ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്നത്. നിത്യവും നിരന്തരം ഭഗവാനെ കൂടെ കൊണ്ട് നടക്കുക. ഭക്തിയിൽ പറയില്ല ത്വമേവ മാതാശ്ച പിത. ഇവിടെ എത്ര പേര് ഭഗവാനെ മാതാവായും അച്ഛനായും കൂടെ കൊണ്ടുനടക്കുന്നുണ്ട്? പറ്റുന്നുണ്ടോ? അമ്മ പറയും പറ്റുന്നുണ്ട്, ബാക്കിയുള്ളവരോ? അല്ലേ? അതുകൊണ്ട് പറയാൻ മാത്രമല്ല, ജീവിതത്തിൽ അതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു നിമിഷം നേരം മനസ്സാ ഭഗവാനിലേക്ക് അർപ്പിക്കാം. എല്ലാവരും നിവർന്നിരിക്കുക, ശാന്തമായിരിക്കുക. പുറമെയുള്ള എല്ലാ ചിന്തകളും മാറ്റിവെക്കുക. ഇരുപുരിക മധ്യേ കുടികൊള്ളുന്ന സ്വ ആത്മാവിനെ തന്നെ ദർശിക്കുക. ഇവിടെ അമ്പലത്തിൽ കയറുന്ന മുമ്പ് തന്നെ ഓം നമ ശിവായ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ആ നടയ്ക്കുള്ളിലേക്ക് കടക്കാം. നമ്മൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് പോലെ മനസ്സിലെ എല്ലാ ഭാരങ്ങളും, എല്ലാ പഴയ കാര്യങ്ങളും, ദേഹമെന്ന ബോധത്തെയും മാറ്റിവെച്ച് ആത്മസ്വരൂപത്തിൽ ആ പരമാത്മനെ നമിക്കുക. ഭഗവാന്റെ മുന്നിൽ സർവ അർപ്പണം ചെയ്യുക. ഞാൻ എൻ്റെ എന്നതെല്ലാം അർപ്പണം ചെയ്യുക. എൻ്റെ മനസ്സും അങ്ങയുടേതാണ്, എൻ്റെ ദേഹവും അങ്ങയുടേതാണ്. എൻ്റേതേതെല്ലാമാണോ നശ്വരമായത്, ആകേണ്ടതും, അതെല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇന്നു മുതൽ എല്ലാ ചുമതലയും, എൻ്റെ എല്ലാ ഭാരങ്ങളും അങ്ങയ്ക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമാണോ നല്ലത്, അതിലേക്ക് മാത്രം എന്നെ വഴി കാണിക്കുക. മനസ്സുകൊണ്ട് സർവലോകത്തിലുള്ള സർവജനങ്ങളെയും സർവചരാചരങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥന: സർവർക്കും മംഗളമുണ്ടാകട്ടെ, സർവർക്കും നന്മയുണ്ടാകട്ടെ, സർവർക്കും സുഖമുണ്ടാകട്ടെ. ഓം ശാന്തി. ഓം ശാന്തി. എല്ലാവരും കണ്ണെത്തും.